ഹലോ നമസ്കാരം. ഇത് ചോക്ലേറ്റ് സ്ട്രോബെറി കേക്കാണ്. ശില്പയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് കേട്ടോ എൻ്റെ ഓർമ്മ. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ചെയ്ത വർക്കാണ്. പേര് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഓർമ്മകൾ പങ്കുവെക്കുന്ന കൂട്ടത്തിൽ എൻ്റെ മനസ്സിലിങ്ങനെ തെളിഞ്ഞ് നിൽക്കണ നല്ല സന്തോഷം തരുന്ന ചില മോർണിംഗ് വാക്സ് ഓർമ്മകളുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിലൊന്നുമല്ല, വിദേശത്ത് നടത്തിയ മോർണിംഗ് വാക്സാണ് ഞാൻ പറയണത്. ആദ്യമായിട്ട് ഞാൻ കാണുന്ന മറ്റൊരു രാജ്യം അബുദാബിയാണ്. ഇപ്പറയണ ഓർമ്മകൾ അബുദാബിയിൽ നിന്നും ഒരു 300 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്തെയാണ്. അബുദാബിയിൽ നിന്ന് സൗദിയിലേക്ക് പോണ ഹൈവേ കടന്നു പോണ ഒരു ചെറിയ ടൗൺ ഉണ്ട്, ഗയാത്തി എന്നാണ് അതിൻ്റെ പേര്. അതിനടുത്തുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അവരുടെ ഫാമിലീസൊക്കെ കൂടുതൽ താമസിക്കുന്ന ടൗണാണ് ഗയാത്തി. അവിടെ എത്തിയതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ കണ്ണ് അടിച്ചു പോണ മാതിരത്തെ സംഭവം ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ, ഞാൻ രാത്രിയിലാണ് ആദ്യമായിട്ട് ഗയാത്തിയിൽ എത്തുന്നത്. അതിൻ്റെ പിറ്റേന്ന് രാവിലെ ഒരു 7 മണി 8 മണിയൊക്കെ ആയി കാണും. ഞാനിങ്ങനെ പതുക്കെ ഡോറ് തുറന്നതും എൻ്റെ കണ്ണ് എന്താ പറയുക, കത്തുന്ന മാരത്തൊരു വെളിച്ചമാണ് എൻ്റെ കണ്ണിലേക്ക് കയറിയത്. അപ്പം തന്നെ ഞാൻ കണ്ണ് ഇറുക്കി അടച്ചിട്ട് ഡോറ് ശക്തിയായിട്ട് വലിച്ചടച്ചു. എൻ്റെ ജീവിതത്തിൽ അത്രയും സൂര്യപ്രകാശം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മിഡിൽ ഈസ്റ്റിൽ ആദ്യമായിട്ടാണല്ലോ, വേറെ രാജ്യങ്ങളിലും പോയിട്ടില്ല. നമ്മുടെ നാട്ടിൽ നട്ടുച്ചയ്ക്ക് പോലും ഒരിക്കലും അത്രയും വെളിച്ചം ഇന്ന് വരെയും കണ്ടിട്ടില്ല. അതുമാതിരത്തെ വെളിച്ചമായിരുന്നു അത്. ഇപ്പം ആദ്യമായിട്ട് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞു വരണേന്നുള്ളത്. അങ്ങനെ ആദ്യത്തെ ദിവസം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അവിടെ എത്തി അധികം വൈകാണ്ട് ഞാൻ മോർണിംഗ് വാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 7 മണിക്ക് നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ 8 മണിയാകുമ്പോഴത്തേക്കും തിരിച്ചു കയറും. ആദ്യത്തെ ദിവസമൊക്കെ ഒരു ചെറിയ പരിഭ്രമമൊക്കെ ഉണ്ടായിരുന്നു. പുതിയ രാജ്യമാണ്, നമുക്ക് അറിയില്ല നമ്മൾ എത്രത്തോളം സേഫ് ആണെന്ന്. മാത്രമല്ല ആ സമയത്ത് നടക്കാൻ ഇറങ്ങുന്ന ആൾക്കാരൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. നിയമങ്ങൾ പാലിച്ച് ഫുട്പാത്തിലൂടെ കൃത്യമായിട്ട് നടന്നാൽ മതി, വേറെ ഒരു ഇൻസെക്യൂരിറ്റീസിൻ്റെയും ആവശ്യമില്ല എന്നുള്ളത് പിന്നെ എനിക്ക് മനസ്സിലായി. UAE വൃത്തിയുടെ കാര്യത്തിലും ഭംഗിയുടെ കാര്യത്തിലും ഒരു കുറവും വരുത്താത്ത രാജ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ നല്ല നീണ്ട് വൃത്തിയായി കിടക്കുന്ന ഫുട്പാത്തും അതിൻ്റെ 2 വശത്തും നല്ല ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പും ഒക്കെ ആയിട്ട് നമുക്ക് എത്ര നടന്നാലും മതിയാവില്ല. പാട്ട് കേട്ട് ഇങ്ങനെ നടക്കാം. അതുമാതിരത്തെ അത്രയും സന്തോഷമുള്ള മോർണിംഗ് വാക്സ് പിന്നെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. മിഡിൽ ഈസ്റ്റിൽ പിന്നെ പലയിടത്ത് താമസിച്ചപ്പോഴും അവിടെ ഒന്നും കിട്ടാത്ത ശാന്തതയായിരുന്നു ഗയാത്തിയിൽ. അതൊരു കുഞ്ഞു ടൗൺഷിപ്പാണല്ലോ, അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗി ഉണ്ടായിരുന്നു. ഒരു ദിവസം നടക്കാൻ പോയപ്പോൾ കുറേ ഒട്ടക കുഞ്ഞുങ്ങൾ ഒരു വണ്ടിയുടെ പുറകിലായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് അത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നേ. അവിടെ നിറയെ അവിടുത്തെ സിറ്റിസൻസിൻ്റെ വീടുകളുണ്ട്. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഒരു കോഴി കോമ്പൗണ്ടിൽ നിന്ന് അവിടെ നിന്ന് വന്നിട്ട് ഫുട്പാത്തിന് അതിൽ കൂടെ നടന്നിങ്ങനെ പോകുന്നുണ്ട്. എൻ്റെ കാര്യം അറിയാലോ, എന്തെങ്കിലും കണ്ടാൽ പിന്നെ അതിനെ ചുറ്റിപ്പറ്റി 100 കൂട്ടം ചിന്തകളും ചോദ്യങ്ങളുമാണ്. കുറച്ച് പൊക്കക്കൂടുതലും നീണ്ട വാലൊക്കെയുള്ള ആ കോഴിയെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത്, ദൈവമേ, ഒരു അറബിക്കോഴിയല്ലേ ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കണേന്നായിരുന്നു.